Hi everyone, welcome to the Women of Honor series. Good morning to all. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതായിരിക്കാം, എങ്കിലും എനിക്ക് അനുഭവത്തിൽ വന്നതായ ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾക്ക് ഏത് പാറ്റേണിൽ ജീവിച്ചാലും നമുക്ക് സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത്. നമ്മിൽ മുക്കാൽ ആൾക്കാരും ജോലി ചെയ്യുന്നവരായിരിക്കും. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന മനുഷ്യരാണല്ലോ. എന്നാൽ ഇന്നത്തെ ഒരു കാലയളവിൽ നമ്മൾക്ക് പലർക്കും ജോലി സ്ഥിരത ഉണ്ടാവില്ല, അല്ലെങ്കിൽ എത്ര നാൾ പണി നമുക്കുണ്ടാവുമെന്ന് പറയാനൊക്കത്തില്ല. ഇന്നത്തെ ലോകത്തിലെ മാത്രമല്ല നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നതായ പല നിയമങ്ങളും അതുപോലെ ബിസിനസ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായ പ്രതിസന്ധികൾ എല്ലാത്തിലും നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ജോലി സ്ഥിരത വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്കുള്ള ഇൻകത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്നതെന്നുള്ളത് ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീപ്പായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കിട്ടുന്നതൊക്കെ ചിലവാക്കി ജീവിച്ച് പിന്നീട് നമ്മൾ കടത്തിൽ പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാതെ നമ്മൾ സ്വയം നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് വേറെ ആരും വരില്ല. കടത്തിൽ പെടാതെയും അതുപോലെ തന്നെ സമൃദ്ധിയോടുകൂടി നമ്മളെ കാര്യങ്ങൾ നടത്തുവാനായിട്ടും ഈ ഒരു പാറ്റേണിൽ ജീവിച്ചാൽ അത് ശരിയാകുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അതായത് ആദ്യമായിട്ട് നമ്മൾ ഏൺ ചെയ്യുക. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജോലി ചെയ്യുമ്പോൾ സമ്പാദന ഉണ്ടാകുന്നുണ്ട്, ഏൺ ചെയ്യുന്നു. അതിൽ നമ്മൾ ഒരു ഭാഗം ആദ്യമായിട്ട് അത് ദാനമെന്ന് ചെയ്യുക, അതായത് ചാരിറ്റി ചെയ്യാനായിട്ട് ഗിവിങ്, അതിന് വേണ്ടി മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മളുടെ സേവിങ്സ് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ബാക്കി വരുന്ന പണം വേണം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട്, എക്സ്പെൻഡിച്ചർ ചെയ്യാൻ. അത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ, ഒരു മാസത്തിൽ എത്ര ചിലവുണ്ടെന്നുള്ളത് ഒരു വീട്ടിലുള്ള ഒരു ഭാര്യയ്ക്കോ ഒരു ഭർത്താവിന് ആരാണ് കൂടുതൽ പൈസ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി അത് പ്രകാരം നമുക്കൊരു മാസം എത്ര രൂപ വേണമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു 10% നമ്മൾ അധിക ചിലവിനായിട്ട് ഒരു കണക്കിൽ വയ്ക്കുക. കാരണം എന്നാൽ പെട്ടെന്നുള്ള അസുഖമോ അല്ലെങ്കിൽ യാത്രയോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നേക്കാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്. അതുകൊണ്ട് നമ്മളുടെ ബഡ്ജറ്റിന് മേലെ ഒരു 10% മാസത്തേക്ക് വെച്ച് ഒരു കണക്ക് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഒരു 30% നമ്മൾ സേവിങ്സിലേക്ക് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ഗുണം ചെയ്യും. 30% ചെയ്യാൻ പറ്റാത്തവർക്ക് 25%എങ്കിലും കാൽഭാഗമെങ്കിലും നമ്മൾ സേവിങ് ചെയ്യണം. അതുപോലെ ഒരു 10% നമ്മൾ ചാരിറ്റിക്കായി മാറ്റി വെച്ചാൽ അത് നമ്മളുടെ കുടുംബത്തിലാകാം, വെളിയിലുള്ളവർക്കാകാം, നമ്മളറിയാത്ത ജനങ്ങൾക്കാകാം, ആർക്കായാലും അത് നമ്മൾ മാറ്റി വയ്ക്കുക, ആവശ്യം വരുമ്പോൾ കൊടുക്കുക. അതുപോലെ നമ്മളുടെ പണം അനാവശ്യമായിട്ട് ചിലവാകുന്നതായ കാര്യങ്ങളിൽ നിന്ന് അവോയ്ഡായിരിക്കുക എന്ന് വിചാരിച്ച് നമ്മൾ ഏറ്റവും ലോവർ ലെവലിൽ ജീവിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അത് ഉള്ള പണം കൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അങ്ങനെ ഒരു പാറ്റേണിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ പ്ലൻ്റി ആയിട്ട് ചിലവാക്കാനായിട്ടുള്ള സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫണ്ട് ഉണ്ടായിരിക്കും. നമ്മൾ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് കാണുവാൻ പറ്റും അത് എത്രമാത്രം നമുക്കത് ബ്ലെസ്സിങ്സ് ആയിട്ട് മാറുമെന്ന്. ഈ പാറ്റേണിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അഫോർഡ് ചെയ്യുവാനും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ സിംഗിൾ ഏണിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വീടിന് ഒരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോണിൻ്റെ കാലാവധി എനിക്ക് 3 വർഷം മുമ്പ് തന്നെ എനിക്ക് എൻ്റെ ലോൺ റീഫണ്ട് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം ഈ പാറ്റേണിൽ ഞാൻ ചെയ്യുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സേവിങ്സ് 30% എന്നുള്ളത് 3 വർഷം മുമ്പേ എൻ്റെ ലോണ് തിരിച്ചടയ്ക്കാനായിട്ടും നമ്മൾ ഫ്രീ ആകുവാനും സാധിച്ചു. അങ്ങനെ നമ്മളത് പ്രാക്ടിക്കലായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ, 1 മാസം ചെയ്ത് നോക്കുക, 2 മാസം ചെയ്ത് നോക്കുക, ജീവിതത്തിൽ അത് റൊട്ടീനാക്കി കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് സേവിങ്ങിലുണ്ടായിരിക്കും. ഈ ഒരു പാറ്റേണിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ കൂട്ടുകാരൊക്കെയും ചെയ്ത് നോക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. അത് ഇഷ്ടമാകുന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക്
അവരുടെ ഇഷ്ടം. എങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ അത് നല്ലതാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കടബാധ്യതയിൽപ്പെട്ട് കുടുങ്ങി എപ്പോഴും മനപ്രയാസം അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ പെടാതെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു.